കെട്ടിക്കൊണ്ട് പോയാ ചെറുക്കൻ അവിടെ കൂടെ അങ്ങ് പോവും. സംഗതി ഇപ്പോഴേ ഫൗളായിരിക്കുക. മുതലാളി നാക്കൊന്ന് വളച്ചാൽ മതി, പറ്റിയ പാർട്ടിയെ ശംഖു തൂക്കിയെടുത്തോണ്ട് വരാം. താനൊരു കാര്യം ചെയ്യും, ആ കല്യാണ പുറത്ത് ഒന്ന് വിളിച്ചിട്ട് വരും. കാര്യങ്ങൾ പുറപോലെ നടക്കട്ടെ. അവന്റെ പോക്കത്ര ശരിയല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നിയല്ലോ. ചിരിതയും കെട്ടിയവനും കൂടെ എന്റെ മോൻ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. നീ പോടി എടി. എന്റെ മറ്റേത് ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? എന്താന്നാ? വ്യാഴൻ 12 ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അച്യുതനെയും കുടുംബത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്താ സംഘപിള്ളേ? അയ്യോ, മാങ്ങ ഉപ്പയുടെ ചൊട്ടിപ്പോകും. കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വിളിച്ചെന്തിനാന്ന് പറ. ഒരു ചെറിയ ഫൗള് നടക്കാൻ പോവാ. ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് വരുന്നല്ലോ. എന്താ കാര്യം? കൊച്ചുമുതലാളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. അതിനിപ്പോ ഞാൻ എന്താ വേണം? അല്ല, നമ്മുടെ കുഞ്ഞിനെ തഴിഞ്ഞേച്ച് ആലോചിക്കുന്നത് ഫൗളാണെന്നാ എനിക്ക് തോന്നുന്നത്. നേരും നുറി ഇല്ലാത്തവന്റെ ചെറുക്കനെ എന്റെ പെണ്ണിന് വേണ്ടടോ. ദൈവം ഞാൻ വന്ന് പറഞ്ഞാലും ഞാൻ എവിടെ കാല് പിടിക്കാൻ പോകത്തില്ല. നീ അതിനുവേണ്ടി വെറുതെ മഞ്ഞു കൊള്ളണ്ട. അമ്മ ചെന്ന് അമ്മാവനോട് കരഞ്ഞു പറഞ്ഞു. അമ്മാവന്റെ മനസ്സലിയും. എത്ര വന്നാലും കൂടപ്പറപ്പല്ലേ അമ്മേ? കൂടപ്പറപ്പിന്റെ ഗുണവധികാരിയൊന്നും പറയണ്ട. എന്റെ തലതെറിച്ച് കണ്ടാ മതിയെന്നും പറഞ്ഞിരിക്കും അങ്ങേര്. അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഈ കല്യാണാലോചന കൊണ്ട് എന്നാ അയാളെ ആട്ടും. എനിക്ക് വയ്യ നാണം കെടാൻ. പോകുന്നില്ലെങ്കിൽ പോകണ്ട. ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി പറയില്ല. എന്റെ വിഷമം ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോട് പറയാനാ? അമ്മ അത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ പൊന്നുമോൾ അങ്ങനൊന്നും പറയല്ലേ. നിന്റെ മനപ്രയാസം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ പെറ്റതല്ല. പക്ഷെ ഈ കാര്യം നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ? എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടമ്മേ. അതിനിപ്പോ എന്താ വേണം? എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടണം. അതൊരു തെറ്റാണോ നാത്തൂനെ? പണത്തിന് മാത്രമല്ലേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഇരുതേ, അണ്ണാൻ ആനയോളം ബാബളിക്കാൻ നോക്കണ്ട. എന്റെ മോടെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാ. അയ്യോ പാവം, തൊട്ടിലിട്ട നാട്ടി കൊടുക്ക്. നാത്തൂനെ, അവളൊരു പെണ്ണല്ലേ. വല്ല കടുങ്കയും കാണിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ തൊഴുത്തിൽ കയറ് കിടപ്പുണ്ട്. വേണമെങ്കിൽ കുറച്ച് മുറിച്ചെടുത്തോണ്ട് കൊടുക്ക്. ഇങ്ങനെ കണ്ണീർ ചോരയില്ലാതെ വർത്തമാനം പറയരുത്. നോക്ക്, നിന്റെ പെണ്ണിനെ ഇവിടെ ആർക്കും ആവശ്യമില്ല. രാവിലെ വേറെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്. മേലാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. ഓ ചേട്ടാ, പോകാൻ. കൊച്ചിലെ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉറപ്പുറന്നായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഞാൻ കാർപ്പിച്ചു തുപ്പേനി. ശരിതേ, നീ എവിടെ പോയിരുന്നു? നിന്റെ ആങ്ങളയുടെ വീട്ടിൽ നമ്മളുടെ മകളുടെ കല്യാണം ആലോചിക്കും. നിന്റെ പെണ്ണാങ്ങളെ എന്ത് പറഞ്ഞു? എന്നെ അവിടെ നാട്ടിൽ പുറത്താക്കി. എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞാൻ തെറ്റുകാരിയ. ശരിതേ, മാനമാണ് വലുത്. നീയും നിന്റെ മോളും കൂടി എന്നെ മാനം കെടുത്തവരാണ് കരുതുന്നെങ്കിൽ ഞാൻ കുടിക്കുന്ന കഞ്ഞി ഇത്തിരി വിഷം ചേർത്ത് തന്നേക്കും. ഈ കടപ്പുറത്തുള്ള മനുഷ്യർ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് മുൻപ് ഞാൻ ചത്തോളാം. ഞാൻ ചത്തോളാം.
കാക്ക കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മോടെ ഗതി എന്താവുമായിരുന്നു. എന്നാലും എന്റെ മോളെ നിനക്ക് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നിയല്ലോ. ഇപ്പൊ അതും ഇതും പറയുന്ന എന്തിനാ? ദൈവം ഒന്നും വരുത്തിയില്ലല്ലോ. ഏതായാലും വന്നതൊക്കെ വന്നു. ഇനിയെങ്കിലും ഈ പെണ്ണിന്റെ മനസ്സ് മാറാൻ പടച്ചോട് പ്രാർത്ഥിക്കും നിങ്ങൾ. ദൈവത്തിന് കണ്ണും കാതുമില്ല മുതലാളി. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. കേശവ, നീ ഇന്ന് വീശാൻ പോണില്ലേ? എടാ, അവക്കൊന്നുമില്ലെന്നേ. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പടച്ചോനെ ഓർത്ത് പോയി പണിയെടുക്ക. ഏതായാലും അപ്പച്ചോട് ചെയ്യാൻ പാടില്ലേ? നീ പോരാടുന്നു. കോലം കഴിഞ്ഞാൽ ഗോപുരം മുട്ടു. അവളൊരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു. അതിലെന്താ ചമ്പളി എന്റെ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണു? ആ തെണ്ടി പെണ്ണിനെ ഞാനിവിടെ വിളിച്ച് മരുമകളായിട്ട് കയറ്റണോ? ഒരു കാലത്ത് നമ്മളും തെണ്ടുകളായിരുന്നില്ലമ്മേ. എന്നാ ഈ കാശ സൗകര്യമൊക്കെ ഉണ്ടായത്? എടാടാ, തറന്നല പറഞ്ഞുണ്ടല്ലോ. എടാ മോനെ, ഞങ്ങളൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛന് രണ്ടാം കെട്ട് കെട്ടാനായിരിക്കും. എരപ്പാളി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സിലിരിപ്പോ ഒന്നും ഇവിടെ നടപ്പില്ല. ഞങ്ങൾ നിന്റെ തള്ളയും തന്തയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് നടക്കൂ. നൂറ്റാണ്ടുകളായി ഈ ഭരണിയിൽ അടയ്ക്കപ്പെട്ട് സമുദ്രത്തിന്റെ അടിയിൽ കഴിഞ്ഞ് എനിക്ക് നിങ്ങൾ മോചനം തന്നു. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾക്കെന്തു വേണമെന്ന് പറയൂ. എനിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഈ രൂപം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു.